പ്രകൃതി രമണീയം നോക്കി ചക്ക തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആലോചിച്ചത് ഈ ചക്ക വെച്ച് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയാലൊന്ന്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, മഴ പെയ്ത ശേഷം ആയതുകൊണ്ട് തന്നെ ചക്കയിൽ നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മധുരവും കുറവാണ്. അപ്പോൾ ഇതിങ്ങനെ തനിച്ച് കഴിക്കാൻ അത്ര ടേസ്റ്റ് തോന്നില്ല. അപ്പോൾ ഇത് വെച്ച് എന്തുണ്ടാക്കും ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇത് വെച്ച് നമുക്ക് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അട കഴിച്ചിട്ട് കുറേ കാലമായി. കാരണം മെനക്കെടാൻ വയ്യ, എപ്പോഴും ചക്ക കിട്ടുന്ന സമയത്ത് അങ്ങനെയും എടുത്ത് കഴിക്കലാണ് പതിവ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും ചക്ക വെച്ചിട്ട് ഒരു അട ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിതായി ചക്ക മുഴുവനായിട്ട് നമ്മൾ തൊലിയും കുരു എല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കിയ ശേഷം ജാറിലേക്ക് ഇട്ട് അതിലേക്ക് നമുക്ക് ചക്കയ്ക്ക് മധുരം കുറവാണെങ്കിൽ ഞാൻ 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. മധുരം നല്ലപോലെ കുറവാണ്. അപ്പോൾ 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, ഇങ്ങനെ തന്നെ അരച്ചെടുത്താൽ മതി. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടിയും അതുപോലെ അതിൻ്റെ 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക കേട്ടോ. നമ്മളെ സാധാ അട ഉണ്ടാക്കുന്ന പോലെ മാവ് അത്ര കട്ടിയായിരിക്കില്ല, നല്ല ലൂസായിരിക്കും. എന്നിട്ട് നമ്മൾ കട്ടിയാകാൻ വേണ്ടി അധികം പൊടി ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ചക്കയുടെ ടേസ്റ്റേ നമുക്ക് കിട്ടില്ല. ഈ ഒരു പാകത്തിൽ തന്നെ നമ്മൾ അതേപോലെ കുഴച്ചെടുത്ത് കൊടുക്കുക കേട്ടോ. നല്ല ലൂസാണെന്ന് വെച്ചിട്ട് നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റില്ല വിചാരിക്കേണ്ട. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പരത്തിയെടുക്കുകയും ചെയ്യാം. നല്ല സൂപ്പറായിട്ട് അട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു പരുവത്തിലായിരിക്കും നമ്മുടെ മാവ് കുഴച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുക. ഇതേപോലെ കേട്ടോ, ലൂസായിട്ട് എന്നാൽ കട്ടിയല്ല, ഈ ഒരു പരുവത്തിൽ. അപ്പം നമുക്ക് ഇനി ഇത് ഇതേപോലെ തന്നെ കുഴച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇലയാണ് കേട്ടോ. ഞാൻ വാഴയുടെ ഇലയിലാണ് ഉണ്ടാക്കുക. ഞാൻ എപ്പോഴും അട ഉണ്ടാക്കും വാഴയുടെ ഇലയിലാണ് ഉണ്ടാക്കുക. സാധാരണ കുറേ സ്ഥലത്ത് അവർ വേറെ വല്ല ഇല വെച്ച് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് വാഴയുടെ ഇലയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഒരു അടയുടെ ആ ഫീലൊന്ന് കിട്ടാറ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇല വലിക്കാൻ പോകുന്നത് അപ്പുറത്തെ വീട്ടിലാണ്. നമ്മുടെ ഇവിടെ വാഴയുടെ ഇല ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ കനാൽ സൈഡിൽ അവർ വാഴയും ചെടികളും ഒക്കെ വയ്ക്കുക. അപ്പോൾ വേണവർക്കൊക്കെ മുറിച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ കാറ്റടിച്ചതുകൊണ്ട് തന്നെ പകുതി ഇലകളൊക്കെ അതുപോലെ കീറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് ഈ ഒരു ഇല മതി കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ലപോലെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഞാൻ ആവശ്യത്തിന് പീസ് അളവിൽ മുറിച്ചിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഇല നല്ലപോലെ വാട്ടിയെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പരത്തി ഇത് ആക്കിയെടുക്കുന്ന സമയത്ത് ഇല കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന് നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടി കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. ഇത് നമ്മൾ ചെയ്യുന്നതിന് വെച്ചാൽ നമ്മൾ മാവ് ലൂസായതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ പറ്റി പിടിക്കാതിരിക്കാൻ കേട്ടോ. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുത്ത് ഇതേപോലെ ബൗൾസ് ആക്കിയെടുത്ത് പരത്തി കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ബൗൾ എടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടിക്ക് തന്നെ എടുക്കുക, ലൂസാക്കി എടുക്കേണ്ട. ഇത് നല്ല കട്ടിക്കാകുമ്പോൾ കേട്ടോ ടേസ്റ്റ്. എന്നിട്ട് ഞാൻ അതിലേക്ക് നമ്മുടെ തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് വെച്ച് ചേർക്കുന്നുണ്ട്. ശർക്കര ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ തേങ്ങയിൽ, കാരണം ഓൾറെഡി നമ്മുടെ ചക്കയ്ക്ക് മധുരമുള്ളത് കൊണ്ട് അധികം ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതേപോലെ പരത്തി ഞാൻ ഇതേപോലെ ഒരു 8 എണ്ണ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ അടുപ്പത്ത് വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്താൽ തന്നെ നമ്മുടെ അടയൊക്കെ പെട്ടെന്നായി കിട്ടും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ആവി കയറ്റി കഴിയുമ്പോഴേ ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു മെറൂൺ റെഡ് കളറിലായി വരും കേട്ടോ. നമ്മളിത് ആവി കയറ്റി കഴിയുമ്പോൾ നമ്മൾ ചക്കയാണെന്ന് കാണുമ്പോൾ തന്നെ തോന്നില്ല. ഞാനിത് എൻ്റെ വീട്ടിലുള്ള ചേച്ചി വന്നിട്ട് അവർക്ക് കഴിക്കാൻ കൊടുത്തപ്പോൾ എന്നോട് ആദ്യം ചോദിച്ചത് റാഗിയാണോ എന്നാണ് ഇതിൻ്റെ കളർ കണ്ടിട്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കിട്ടും. പിന്നെ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. മാവ് ലൂസാണെന്ന് വെച്ചിട്ട് ലൂസായി പോവുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഇതേപോലെ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഞാൻ തണുത്ത ശേഷം ഞാൻ അത് കഴിച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ്, കഴിക്കാനും വയ്യില്ല, കയ്യിലെടുത്ത് നോക്കാൻ പോലും പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ തണുത്ത ശേഷം അത് കഴിച്ച് കാണിച്ചേരാം. അപ്പോൾ ഇത് കാണുമ്പോൾ ചക്കയാണ് തോന്നില്ലെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവും കേട്ടോ അത് ചക്കയാണ്. നമുക്ക് ആ ടേസ്റ്റ് കിട്ടും. അത്രയും പൊടി കുറച്ച് നമ്മൾ ഇട്ടത് കൊണ്ടാട്ടോ നമുക്ക് ചക്കയുടെ ടേസ്റ്റ് എടുത്ത് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ നോക്കിയില്ലെങ്കിൽ ഒന്ന് മസ്റ്റായി ട്രൈ നോക്കുക. ചക്ക സീസണൊക്കെ കഴിയാറായി. അപ്പോൾ കഴിയുന്നതിന് മുന്നേ വീട്ടിൽ പഴുത്ത ചക്ക ഉണ്ടെങ്കിൽ ഇനി ഇങ്ങനെ ഇത് ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോൾ ടാറ്റാ.